അത് കേരളത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് ഒരു പക്ഷേ സിംഗപ്പൂർ ആവാൻ സാധ്യതയുള്ള അത്രയും കരിമണൽ കേരളത്തിലുണ്ട്. അത് ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളർന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രകൃതിക്ക് ദോഷം ചെയ്യാതെ ഒരു തരത്തിലും ഈ ഒരു കരിമണലിൻ്റെ ഖനനം നടത്താൻ വേണ്ടി സാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1922 മുതൽ 2026 വരെ ഈ ചവറയിൽ ഖനനം നടത്തിയിട്ടല്ലോ. ചവറയിലെ സാധാരണക്കാരന് അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി? കോലാർ ഖനിയിൽ ഇക്കാലം അത്രയും സ്വർണം കുഴിച്ചെടുത്തല്ലോ. കോലാറിൻ്റെ സമീപ പ്രദേശങ്ങളിലെ സാധാരണക്കാരന് എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത്? പന്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വജ്രം കുഴിച്ചെടുക്കുന്നുണ്ട്, എന്ത് നേട്ടമുള്ളത്? ഡാമുകളുടെ ക്യാച്ച്മെൻറ്റ് ഏരിയകളിൽ നിന്ന് വരുന്ന സംഗതികൾ ഡാമുകളിൽ അടിയും. അപ്പോൾ ഡാമുകളുടെ ഒരു ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉണ്ട്. ആ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ കവിഞ്ഞ് മണലും മറ്റു അവശിഷ്ടങ്ങളും വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അത് വാരി മാറ്റണം. അത് വേറെ. അപ്പോൾ നദികൾക്ക് അതിനനുസരിച്ചുള്ള അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നദികളുടെ ആഴം ക്രമീകരിക്കണം. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് കാക്ക ദാഹിച്ച കാക്ക വെള്ളം കുടിച്ചതുപോലെ ആണ് സ്ഥിതി. പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലാണ് വെള്ളമുള്ളത്. ഇവൻ എന്ത് ചെയ്തു? വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കല്ലെല്ലാം കൂടെ കൊണ്ടുവന്ന് പെറുക്കിയിട്ടിട്ട് വന്നിട്ട് വെള്ളം മോളി വന്നിട്ട് അത് കൊത്തി കുടിക്കുകയാണ് ചെയ്തത്. ഇതേപോലെ നമ്മുടെ ഈ ഡാമുകളെല്ലാം കൂടെ 32 ഡാമുകളുണ്ട്, പ്രധാനപ്പെട്ട ഡാമുകളുണ്ട്. മറ്റു തടയണകളെല്ലാം കൂടെ 75ഓളം വരും. ഈ ഡാമുകളൊക്കെ അതിൻ്റെ മാനേജ്മെൻറ്റ് നടക്കണം, കൃത്യമായി മാനേജ് ചെയ്യണം. കാരണം കേരളത്തിലെ ഡാമുകളെല്ലാം തന്നെ മൾട്ടിപർപ്പസ് ഡാമുകളാണ്. ഒന്ന് അതിൻ്റെ ഇറിഗേഷൻ പർപ്പസ്, രണ്ട് അതിൻ്റെ ഈ ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള പർപ്പസും ഉണ്ട്. അപ്പോൾ രണ്ട് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഡാമുകൾ. ഈ ഡാമുകളെ കൃത്യമായും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇത് അങ്ങനെ ഒന്ന് നടക്കുന്നുണ്ടോ? കേരളത്തിനൊരു വെർട്ടിക്കൽ മാപ്പിംഗ് ഉണ്ടോ? ഭൂമിയുടെ ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച്, ഉന്നതിക്കനുസരിച്ച്, ഉയരത്തിനനുസരിച്ച് ഒരു മാപ്പിംഗ് ഉണ്ടോ? ആ ഉന്നതിക്കനുസരിച്ച് ജലവിധാനത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ? ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടോ? ഇത് പണ്ട് പ്രകൃതി തനിച്ച് നടത്തിയിരുന്നു. അതിൻ്റെ മേലും മനുഷ്യൻ്റെ ഇടപെടലുകൾ വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഈ ഡ്രെയിനേജ് ഫെസിലിറ്റിക്കെല്ലാം ഡ്രെയിനേജ് സൗകര്യങ്ങൾക്കെല്ലാം ഭയങ്കരമായ മാറ്റം ഉണ്ടായി. ഇപ്പോൾ രാജഭരണകാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഡ്രെയിനേജ് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്താണ്? ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് അനധികൃത ഖനനങ്ങളാണ്, പ്ലാനിങ് ഇല്ലായ്മയാണ്. ഈ തൃക്കുന്നപ്പള്ളിയിൽ ഒരു പാലം, തൃക്കുന്നപ്പുഴയിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് തൃക്കുന്നപ്പുഴയിൽ ഒരു പാലം അത് പണിയാൻ തുടങ്ങിയിട്ട് 30 വർഷം പൂർത്തീകരിച്ചിട്ടില്ല. അതുവഴി അതിനടിയിൽ കൂടെ വെള്ളം ഒഴുകുന്നില്ല. ദേശീയ ജലപാതയിൽപ്പെട്ടാണ് ആ പാലം എന്ന് പറയുന്നത്. അവിടെ ഇത് അടച്ചിട്ടേക്കാണ്. അതുവഴി തെക്കോട്ട് വെള്ളം ഒഴുകുന്നില്ല. അത് കായംകുളം പുഴയിൽ പോയി ഒഴുകേണ്ടതാണ്. വീയപുരത്ത് നിന്ന് പടിഞ്ഞാറോട്ട് വെള്ളം ഒഴുകിക്കഴിഞ്ഞാൽ വരുന്ന ബാക്കി വെള്ളം തെക്കോട്ടാണ് ഒഴുകുന്നത്. ഇത് തെക്കോട്ടൊഴുകി കായംകുളം വഴി കടലിലെത്താൻ യാതൊരു മാർഗവുമില്ല. ഇപ്പം ഇത് എല്ലാം തോട്ടപ്പള്ളിയിലൂടെ മാത്രമേ പോകൂ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആലപ്പുഴ ജില്ലയ്ക്ക് 24 അഴികളും പൊഴികളും ഉണ്ട്. അഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം തുറന്നു കിടക്കുന്ന സംഗതിയാണ്. പൊഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് അടയുകയും മഴക്കാലത്ത് തുറക്കുകയും ചെയ്യേണ്ടതാണ്. പലപ്പോഴും പല പൊഴികളും തനിയെ തുറക്കും. എന്താ? ഈ സമ്മർദ്ദം കാരണം, കിടക്കുന്നുള്ള വെള്ളത്തിൻ്റെ സമ്മർദ്ദം കാരണം പൊഴികൾ തനിയെ തുറക്കും. ഇനി തുറക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മാനുവലായിട്ട് തുറന്നു കൊടുക്കണം. അവിടെ ഈ ആക്കവും ഈ തള്ളിച്ചയും ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് തുറന്നു വിട്ടുകൊടുത്താൽ പോലും വലുതായിട്ട്
ഒഴുകിക്കോളും. ഈ മണ്ണിനെയൊക്കെ എടുത്തോണ്ടങ്ങ് പോകും. വെള്ളത്തിൻ്റെ മുന്നിലൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് തോട്ടപ്പള്ളി എന്ന് പറയുന്നത് ഈ 24 പൊഴികളിൽ ഒന്ന് മാത്രമാണ്. ഈ പൊഴി ഇത് സംരക്ഷിക്കണം, ഇവിടുത്തെ സാൻഡ് ബാരിയർ സംരക്ഷിക്കണമെന്നാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലവിദഗ്ധന്മാരുള്ള വാട്ടർ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടുകളുള്ള ആര് പറയുന്നത്? ഡച്ചുകാർ പറഞ്ഞിരിക്കുന്നു. 2018 വെള്ളപ്പൊക്കത്തെ തുടർന്ന് അവരിവിടെ വന്നിരുന്നല്ലോ, റൂം ഫോർ റിവർ പ്രോജക്റ്റ് ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്ത് കാര്യം ചെയ്തു? മര്യാദയ്ക്ക് ഒരു റോഡുണ്ടാക്കാൻ. ഇപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഇപ്പോൾ വെള്ളത്തിലാണ്. ഭയങ്കര പ്രൗഢിയോടുകൂടി അതിന്റെ ഹൈറ്റ് കൂട്ടിയിട്ടും പിന്നീട് വെള്ളം കയറി അല്ലേ? ഇല്ല, ഇതിൻ്റെ റോഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിൻ്റെ ഡ്രെയിനേജാണ്. കുട്ടനാടിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രെയിനേജ് കനാൽ എന്ന് പറയുന്നത് AC കനാലാണ്. AC കനാൽ പലയിടത്തും അടഞ്ഞു കിടക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനമില്ല. ആലപ്പുഴ ടൗണിലില്ലല്ലോ. അപ്പോൾ ഈ ഡ്രെയിനേജ് സംവിധാനം എന്ന് പറയുന്നത് ഈ പൊഴികളാണ്. ഈ പൊഴികൾ പ്രോപ്പറായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കമൊന്നും എവിടെ ബാധിക്കത്തില്ല? ആലപ്പുഴ ജില്ലയെ ബാധിക്കത്തില്ല. അല്ല, നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലേ? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി നമുക്കറിയാമല്ലോ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി അവിടുന്ന് കരിമണൽ വാരുക എന്നുള്ളതാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള കമ്പനികൾക്ക്, കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് അവരെടുത്തിട്ടിരുന്ന മണ്ണ് കൊടുക്കുന്നുണ്ട് വില വാങ്ങാതെ. അവർ ട്രെഡ് ചെയ്ത്, അവർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ട്രെഡ് ചെയ്തിട്ടിരുന്ന മണ്ണ് യാതൊരു വിലയും വാങ്ങാതെയാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ നികത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് പൈസ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഈ പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് സംരക്ഷിക്കാൻ പറ്റിയോ? കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് സംരക്ഷിക്കാൻ പറ്റിയോ? കേരളത്തിൽ എന്തുമാത്രം ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു തെക്ക് തൊട്ട് വടക്ക് വരെ? ഓർമ്മയില്ല? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പണിതാണ് ഇറിഗേഷൻ കനാലുകൾ. ഈ കനാലുകളൊക്കെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റും. CANDAGയുടെ റിപ്പോർട്ടിനകത്ത് എത്രയോ കാലമായി കിടക്കുന്ന ഫയലാണ് ഈ ഇറിഗേഷൻ കനാലുകളുടെ വിഷയം, അതിൻ്റെ സ്ഥലങ്ങൾ കയ്യേറിയതിൻ്റെ വിഷയം. ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഫയൽ ക്ലോസ് ചെയ്തിട്ട്. ഈ കനാലുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലം മറ്റു സ്വകാര്യ വ്യക്തികൾ ഇപ്പോൾ കയ്യേറിയിട്ടുണ്ടല്ലേ? കയ്യേറിയിട്ടുണ്ട്, പലയിടത്തും കയ്യേറിയിട്ടുണ്ട്. പലയിടത്തും പിന്നെ റോഡുകൾ വന്നിട്ടുണ്ട്, നികത്തിയിട്ടുണ്ട്. വെള്ളം ഒഴുകുന്നില്ലല്ലോ. അത് അക്വാഡക്റ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ അക്വാഡക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥാപിച്ചിരുന്നത്? നമ്മുടെ ചെറിയനാട് ഭാഗത്താണ് ഉണ്ടാക്കിയിരുന്നത്. മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്ന സംവിധാനം. ആ അക്വാഡക്റ്റൊക്കെ എവിടെ പോയി? പിന്നെ ഞാൻ അക്വാഡക്റ്റ് കണ്ടിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഒരു വാട്ടർ മാനേജ്മെൻറ്റ് അത് വേണം. ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും അതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ്, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വിക്ടർ യൂഗോയുടെ പാവങ്ങൾ വായിക്കുമ്പോൾ ഈ പാരീസിലെ ഡ്രെയിനേജ് സംവിധാനത്തെക്കുറിച്ച് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രൊജക്റ്റാണ് മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഷൻ സമുദ്ര വരുന്നതും നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുമോ? നമ്മുടെ തീരത്ത് ഫിയോഡുകളില്ല, ഉള്ളിലേക്ക് കയറി കിടക്കുന്ന കടലുകളിൽ, ഉൾക്കടലുകളില്ല. നമ്മുടെ തീരെ ഒരു വില്ല് പോലെ വളഞ്ഞ് ഏറെക്കുറെ ഒരു വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കിടക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരദേശങ്ങൾ. അപ്പം ഇവിടെ ധാരാളം പോർട്ടുകൾക്കോ ഹാർബറുകൾക്കോ സാധ്യതയില്ല. ഇല്ല. ഇപ്പം തന്നെ സാച്ചുറേറ്റഡ് ആണ്.